എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സിനിമ റിവ്യൂ സീരീസിൻ്റെ റിവ്യൂ ഒന്നുമല്ല. ഇന്ന് ഞാൻ ഒരു ട്രെയിലർ കണ്ടു. ആ ട്രെയിലർ കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അത് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമുള്ളൊരു വീഡിയോ ആണിത്. വല എന്ന സിനിമയുടെ ട്രെയിലറാണ് ഞാൻ കണ്ടത്. ഇതിനെപ്പറ്റി അറിയാത്തവരായിരിക്കണം ഭൂരിഭാഗം ആൾക്കാരും. കാരണം ഇതെത്രയ്ക്ക് റീച്ച് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഈ സിനിമയെ പറ്റി. കാരണം ഇതിൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഞാൻ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ തപ്പുന്ന ഒരാളാണ്, എന്നിട്ട് പോലും ഇപ്പോഴാണ് കാണാൻ പറ്റിയത്. ഞാൻ കണ്ടിട്ടുള്ള മലയാളത്തിലെ സിനിമകളിൽ വളരെ ക്രിയേറ്റീവായിട്ട് സിനിമ ചെയ്യുന്ന ആൾക്കാരാണ് കൃഷാന്ത് എന്ന് പറയുന്ന ഡയറക്ടറും അരുൺ ചന്തു എന്ന് പറയുന്ന ഡയറക്ടറും. ഈ കൃഷാന്ത് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സിനിമയാണ് ആവാസവ്യൂഹം എന്ന സിനിമ. അത് വളരെ അടിപൊളിയൊരു സയൻസ് ഫിക്ഷൻ സിനിമയാണ് മലയാളത്തിലെ. അതുപോലെ അദ്ദേഹത്തിൻ്റെ മറ്റ് സിനിമകൾ, ഇപ്പോൾ പുരുഷപ്രേതമായാലും അല്ലെങ്കിൽ വൃത്താകൃതിയിലുള്ള ചതുരമായാലും ഒക്കെ നല്ലതാണ്. ഈ കൃഷാന്ത് പ്രൊഡ്യൂസ് ചെയ്ത അരുൺ ചന്തു ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് ഗഗനചാരി എന്ന് പറയുന്നത്. അതിനെപ്പറ്റി ഞാൻ റിവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ആ സിനിമ കണ്ടിരുന്നു, പക്ഷേ റിവ്യൂ ചെയ്യാൻ പറ്റിയില്ല. അതടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും. അത് വളരെ ടൈം എടുത്ത് ചിലപ്പോൾ ഒന്നുകൂടെ കണ്ടതിന് ശേഷമേ ഞാൻ ചെയ്യത്തുള്ളൂ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് ഗഗനചാരി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലത്തെ സിനിമയാവണമെന്നുമില്ല. അപ്പം ഗഗനചാരിയുടെ അതേ ഒരു തീമെന്നാണോ എനിക്ക് പറയേണ്ടതെന്ന് അറിയത്തില്ല, അതിൻ്റെ ഒരു അതേ അറ്റ്മോസ്ഫിയറിൽ അതേ ടീം ഒന്നിച്ച് വന്ന് ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ് വല എന്ന് പറയുന്നത്. അതിൻ്റെ ഡയറക്ടർ അരുൺ ചന്ത് തന്നെയാണ്. പ്രൊഡ്യൂസർ കൃഷാന്താണോ എന്ന് എനിക്കറിയില്ല. അതിനകത്തെ കാസ്റ്റിൽ വരുന്ന പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിൽ ഗഗനചാരിയിലുണ്ടായിരുന്ന ഗണേഷ് കുമാർ, ഗോകുൽ സുരേഷ്, അജു വർഗീസ് ഇതിലും ഉണ്ട്, പക്ഷെ വേറെ കഥാപാത്രങ്ങളായിട്ടാണ്. പിന്നെ അനാർക്കലി മരക്കാർ അതിനകത്തെ ഒരു മെയിൻ ക്യാരക്ടറാണ്, പുള്ളിക്കാരിയും ഇതിനകത്തുണ്ട്. ഇത് കൂടാതെ ഈ വല എന്ന് പറയുന്ന സിനിമയിൽ ജഗതി ശ്രീകുമാർ തിരികെ ഒരു റോളിൽ വരുന്നുണ്ട്. ഇദ്ദേഹം എനിക്ക് കുട്ടിക്കാലത്ത് നമ്മൾ കൊച്ചിലെയൊക്കെ സിനിമ കാണുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കൊമീഡിയൻസ് എന്ന് പറയാൻ പറ്റില്ല, ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടേഴ്സിൽ ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹമുള്ള സിനിമകൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര രസമായിരുന്നു. എത്ര മോശം സിനിമയായാലും അദ്ദേഹം ഉണ്ടെങ്കിൽ അതിനൊരു രസമുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് 2012 ആക്സിഡൻറ്റിന് ശേഷം സിനിമയിലൊന്നും അഭിനയിക്കാൻ പറ്റാതെ ഒരുപാട് മരണപ്പെട്ടു എന്ന പോലെ ആയിരുന്നു പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഭയങ്കര ഒരു പ്രതിഭയാണ്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫോ പേഴ്സണൽ കാര്യങ്ങളെ പറ്റിയോ കമൻറ്റ് ചെയ്യാൻ ഞാൻ ആളല്ല. ആസ് എൻ ആർട്ടിസ്റ്റ് ഇൻക്രെഡിബിൾ മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തെ പറ്റി കൂടുതലൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തെ പറ്റി അറിയാത്ത ആരും കാണത്തില്ല. ചിലപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്ന കുട്ടികൾക്ക് ചിലപ്പോൾ അദ്ദേഹത്തെ വലിയ പരിചയം കാണില്ല, പക്ഷേ ഹീസ് എ ലെജൻഡ്. അദ്ദേഹം തിരിച്ചു വരുന്നൊരു സിനിമ എന്ന് കൂടെ കേട്ടപ്പം എനിക്ക് നല്ല സ്കെപ്റ്റിക്കലായിരുന്നു. ജഗതി ശ്രീകുമാർ തിരിച്ചു വരുന്ന സിനിമ എന്ന് ആദ്യം ഇത് കേട്ടത്. അപ്പോൾ നല്ല സ്കെപ്റ്റിസിസം തോന്നി. അദ്ദേഹത്തിന് അധികം ആക്ട് ചെയ്യാനൊക്കെ ഒരു പരിമിതി ഉണ്ടല്ലോ ആക്സിഡൻറ്റിന് ശേഷം. അതുകൂടാതെ സംസാരിക്കുന്നതും എങ്ങനെയായിരിക്കും എന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഈ ട്രെയിലർ ഞാൻ കണ്ടു. ഇത് തീർച്ചയായിട്ടും നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിനകത്ത് ഒരു വലിയ ഭാഗത്ത് പ്രൊഫസർ അമ്പിളി ആയിട്ട് അല്ലെങ്കിൽ അങ്കിൾ ലൂണയായിട്ട് ജഗതി ശ്രീകുമാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് റോളുമാണ്. അദ്ദേഹത്തിൻ്റെ ലിമിറ്റേഷൻസിനെ കൺസിഡർ ചെയ്തുകൊണ്ട് ഉള്ളൊരു റോളാണ്. അത് സൂപ്പറായിട്ട് ആ ട്രെയിലറിൽ കാണിച്ചിട്ടുണ്ട്. ഈ ട്രെയിലറിൻ്റെ അയൽപക്കത്ത് ആ സിനിമ വരുമെങ്കിൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതുകൂടാതെ ഇതിലുള്ള മറ്റ് കഥാപാത്രങ്ങൾ, അനാർക്കലിയുടെ ഗഗനചാരിയിലെ പോലെ തന്നെ കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു കഥാപാത്രമായിട്ട് തോന്നി. ഗോകുൽ സുരേഷ് ഇതിലും നല്ല കോമഡി ആയിരിക്കുമെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ സ്റ്റൈലൈസ്ഡ് ആണ്. പക്ഷെ അതിൻ്റെ കൂടെ നമുക്ക് ബേസിൽ ജോസഫ് ഇതിനകത്തുണ്ട്. അദ്ദേഹത്തെ കാണാൻ വളരെയധികം ആഗ്രഹമുണ്ട്. അജു വർഗീസ് തിരിച്ചു വരുന്നത് കാണാൻ ആഗ്രഹമുണ്ട്. അതുപോലെ ഈവൻ വിനീത് ശ്രീനിവാസൻ ഉണ്ട്. പക്ഷെ ഇവരുടെയൊക്കെ റോൾ എന്തുമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്കറിയത്തില്ല. ഇതെല്ലാം കാണിച്ചിരിക്കുന്നത് വളരെ വെറൈറ്റി, ഒരു പുതിയ കൺസെപ്റ്റായിട്ടാണ്. നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എടുത്തതുപോലെ എനിക്ക് തോന്നി. ഐ എം വെരി ഗ്ലാഡ് ദാറ്റ് ദീസ് കൈൻഡ് ഓഫ് മൂവീസ് ആർ കമ്മിങ് ഔട്ട് ഇൻ മലയാളം. അത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനത്തെ സിനിമകൾ എഴുതാനും അത് ഫണ്ട് ചെയ്യാൻ പ്രൊഡ്യൂസേഴ്സ് റെഡിയാവുകയും അത് നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്യാൻ കഴിവുള്ളവരും മുന്നോട്ട് വരുന്നത് ശരിക്കും ഇറ്റ് മേക്സ് മീ പ്രൗഡ്. ഒരു മലയാളി എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ട്രെയിലർ കണ്ടു, ഒരുപാട് ഇഷ്ടമായി. സിനിമ അതുപോലെ തന്നെ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും എൻ്റെ ട്രെയിലർ പോയി കാണണം. ഈ റിവ്യൂ മൊത്തം കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ട്രെയിലർ കാണണം. അതുപോലെ നല്ലൊരു ലൈക്ക് നമുക്ക്
ഫുൾഫില്ലിംഗ് ആയിട്ടുള്ളൊരു ട്രെയിലറായിട്ട് എനിക്ക് തോന്നി. അത് ഇത്രയും കുറഞ്ഞ ബഡ്ജറ്റിൽ ഇത്രയും ക്വാളിറ്റിയിൽ എങ്ങനെയാണ് ഇവരിതെടുക്കുന്നതെന്ന് ശരിക്കും അത്ഭുതം തോന്നും. ഈവൻ ഈ ഗഗനചാരി ഇറങ്ങിയപ്പോൾ അതിൻ്റെ ട്രെയിലർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ആ സിനിമ ഞാൻ ഒത്തിരി ഹിറ്റാവണേന്ന് ആഗ്രഹിച്ചതാണ്. അത് ഒരുപാട് ഹിറ്റായി എന്നാണ് ഞാൻ കേട്ടത്. പക്ഷേ ഞാൻ അതിൻ്റെ ബോക്സ് ഓഫീസ് നമ്പേഴ്സ് നോക്കിയപ്പോൾ വെറും 2.5 കോടി രൂപയ്ക്ക് അടുത്ത് അത് തിരിച്ച് നേടിയിട്ടുള്ളൂ. 2.5 കോടി രൂപ നേടിയ സിനിമ ഹിറ്റായെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ബജറ്റ് എന്തുമാത്രം ചെറുതായിരിക്കും എന്ന് ഊഹിച്ചത്. അപ്പോൾ അതുപോലെയാണ് ഇതും ലോ ബഡ്ജറ്റിൽ തന്നെയാണ് എടുത്തേക്കുന്നത്. ഇത് നല്ലോണം ഹിറ്റാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. 2.5 കോടിയല്ല, 25 250 ഒക്കെ കോടി നേടാൻ രീതിയിൽ പോട്ടെ എന്ന് ആഗ്രഹമുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനൊരു സിനിമ കണ്ടതിൽ. എന്തായാലും എല്ലാവരും പോയി ഒന്ന് കാണുക. ഈ റിവ്യൂ എന്ന് പറയാൻ പറ്റത്തില്ല, ഈ ഒരു എൻ്റെ ഒരു എക്സ്പ്രഷൻ ഓഫ് എക്സൈറ്റ്മെൻറ്റ് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.